ഭക്ഷണം അങ്ങനെ കുറേ കഴിക്കരുത്, കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ട് ആ പൂതി തീരാതെ എഴുന്നേൽക്കണമെന്ന്. മറ്റേതങ്ങ് മടുത്തങ്ങ് വേപ്പൊക്കെ ഇട്ടിട്ടങ്ങ് എണീറ്റ് വന്ന ആ ഭക്ഷണത്തിൻ്റെ രുചി തന്നെ അങ്ങ് മറന്നു പോകും ആ സെക്കൻഡിൽ തന്നെ. അത് ആ രുചി അങ്ങ് തീർന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നിർത്തണം. അങ്ങനെയാണ് പണ്ടൊക്കെ അമ്മായിമാർ തീറ്റയ്ക്ക് തന്നെ, കണ്ണൂരത്തെ പുതിയ പിള്ളേർ പറയും വേണ്ട, തീറ്റയ്ക്ക് തന്നെ ടയറൊക്കെ 4-5 ടയറൊക്കെ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? പിന്നെ എണീറ്റ് നടക്കാൻ പറ്റുമോ? സ്നേഹക്കൂടുതലാണ്. പക്ഷെ അത് ശരിക്കും നശിപ്പിക്കലാണ്, ശരീരം നശിപ്പിക്കലാണിത്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുക്കുക, ചോറൊക്കെ കണ്ട് കൊട്ടി കൊടുക്കുക ചെയ്യുക. അപ്പോഴേ അമ്മായിമാർക്കൊരു സന്തോഷമാവുള്ളൂ, എൻ്റെ മരവും തിന്നിട്ടില്ലല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ ഈ ചോറ് മുഴുവൻ കുത്തി നിറച്ചു കൊടുത്താൽ എന്താ അവസ്ഥ എന്നറിയോ? ഒന്ന് ദഹനം നടക്കൂല, കൊളസ്ട്രോൾ വരും, ഹൈ പ്രഷർ വരും, ഷുഗർ വരും, എന്തൊക്കെ അസുഖങ്ങൾ വരും. മാന്യമായിട്ട് കുറച്ചേ കഴിക്കുക, ഇഷ്ടമുള്ളവരെടുത്ത് കഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയും ഉമ്മാക്ക് അത് ഇഷ്ടമല്ല, ഉമ്മാൻ്റെ രീതി അല്ല, വാപ്പാൻ്റെ രീതി അതല്ല, അതങ്ങ് ഇട്ടുകൊടുത്ത് തീറ്റിപ്പിക്കലാണ്. ഉണ്ടാക്കി വെച്ചത് മുഴുവൻ കഴിപ്പിച്ചാലേ സന്തോഷമാവുള്ളൂ. അങ്ങനെയൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യം. അന്ന് പട്ടിണി കിടക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പട്ടിണിയാണ്. അപ്പോൾ മര്യാദക്ക് ഭക്ഷണം കിട്ടൂല. അപ്പോൾ അമ്മായിമാരുടെ അടുത്തൊക്കെ ഭക്ഷണം കിട്ടും, അതങ്ങ് നന്നായി വയറ് നിറച്ച് തിന്നോട്ടെ. പിന്നെ പട്ടിണി. ഇന്ന് അങ്ങനെയാണോ? പണ്ട് പട്ടിണി കാലത്ത് പ്രസവിച്ച പെണ്ണിന് തേനും നെയ്യും ആട്ടർച്ചൊക്കെ കൊടുത്തിരുന്നു. ഇന്ന് ഡെയിലി ബിരിയാണി നിന്ന പെണ്ണിന് എന്തിനാ അത് കൊടുത്താൽ ശരീരം കേടെടുത്തുന്നത്? ഗർഭം ഒരു അസുഖമൊന്നല്ലല്ലോ, അത് അസുഖമല്ലല്ലോ. പണ്ട് പട്ടിണിയുള്ള വറുതിയുടെ കാലത്ത് അന്ന് നെയ്യും മെഴുക്കൊക്കെ കൊടുത്തിരുന്നു തടി ഉഷാറാക്കാൻ. ഇന്ന് നല്ല ഭക്ഷണമല്ലേ ഡെയിലി കഴിക്കണത്? എന്തിനാ പെണ്ണിൻ്റെ ആർട്ടറിയും അതിൻ്റെ ഹാർട്ടൊക്കെ ബ്ലോക്ക് ആക്കണ വല്ല കാര്യമുണ്ടോ? ഈ ഭക്ഷണം കുത്തി നിറച്ച് കൊടുത്തിട്ട് ഫാറ്റ് കഴിച്ചിട്ട് നെയ്യും അതും കൊടുത്തിട്ട് ഒരാവശ്യമല്ല. അത്യാവശ്യമായ ന്യൂട്രീഷൻ അവർക്ക് കിട്ടണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ പണ്ട് കൊടുത്തിരുന്ന പരിപാടി ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ നിർത്തിയൊക്കെ മാറ്റാൻ സമയമായി. ആ വറുതിയുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? അള്ളാഹുവിൻ്റെ നിഅമത്തിലേക്ക് നമ്മൾ എത്തിച്ചില്ലയോ? അത് അപ്പോൾ പറഞ്ഞു വന്നത് മടുപ്പിക്കേണ്ട പറഞ്ഞതായിരുന്നു. റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മത്തി. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിക്കുകയാണ്, മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത് നബിയെ? തങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോഴേ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ബീവിക്ക് അതറിയാൻ താല്പര്യമായി. തങ്ങൾ പറഞ്ഞു, റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മത്തി യഗ്സൂന زبد البحر يركبون البحر جهادا في سبيل الله. തങ്ങൾ കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല, കടലിൽ നബി തങ്ങൾ യാത്ര ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സ്വപ്നം കാണുകയാണ്. റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മതി. ഉമ്മു ഹറാം ബീവി, എൻ്റെ അനുയായികളിൽ ഒരു വിഭാഗം ആളുകൾ കടലിൻ്റെ തിരമാലകളിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നു. കൽമുലൂക്കി മുത്തക്കിഈന അലാ അസിറ, കൗച്ചുകളിൽ ചാരിയിരുന്നിട്ട്, സോഫയിലൊക്കെ ചെറിയ കൗച്ചുകളില്ല നമ്മൾ മജ്ലിസിലൊക്കെ ഇരിക്കുന്ന സാധനം, അതിൽ കൈകുത്തിയിരുന്നിട്ട് കൽമുലൂക്ക്, രാജാക്കന്മാരെ ഒരു പേടിയുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന് യാത്ര ചെയ്യുന്ന കപ്പലിൽ പോകുന്ന ചില ആളുകളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, എൻ്റെ സ്വപ്നത്തിൽ അള്ളാഹു കാണിച്ചു തന്നു. നബി തങ്ങൾ പറയാം സ്വല്ലല്ലാഹു. അതുവരെ കപ്പൽ കയറിയിട്ട് ആരും പോയിട്ടില്ല, ധർമ്മസമരത്തിന് പോയിട്ടില്ല. യാ റസൂലല്ലാഹ്, ഇത് കേൾക്കുമ്പോൾ മഹദി പറയുന്ന വാക്ക് എന്താണെന്നറിയോ? നോക്കണേ. നമ്മളിപ്പോൾ ഭർത്താവ് ഉറങ്ങി എണീറ്റ്, ഉദാഹരണം പറയാ, എണീറ്റപ്പോൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഗൾഫിക്ക് പോണത് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയും കൂട്ടണേട്ടാ എന്ന് ഭാര്യ പറഞ്ഞേക്കാം. ഇത് യുദ്ധം ചെയ്യാൻ പോകുന്ന കഥയെ പറയണത്. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ചോര ചിന്തുന്ന പരിപാടിയാണ്. അവിടെ മരണമായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ വിജയം, രണ്ടാലൊന്നും ഉറപ്പാണ്. ബീവി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ നകൂന മഅഹും. നബിയേ, ആ സംഘത്തോടുകൂടെ യാത്ര ചെയ്ത് ദീനിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട്. അവരുടെ കൂടെ എന്നെയും അനുവദിക്കാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ഇറക്കണേ നബിയേ എന്ന് ഹബീബിനോട് ചോദിച്ച ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. ഒരു നല്ല കാര്യം, ഒരു ഉംറക്ക് പോവാണ്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എൻ്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ ഒന്ന് പറയാം, ഉമ്മ ഉപ്പ എന്നാൽ ഞാനും പൊയ്ക്കോട്ടെ, സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പോകാം. ചിലവർ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വല്ല ലണ്ടനിലും പോട്ടെ, അല്ലെങ്കിൽ ഞാൻ വല്ല യൂറോപ്പിലേക്കൊന്ന് പോയിക്കോളാം. അതല്ല പറയേണ്ടത്. അള്ളാഹുവിൻ്റെ 2 ഹറമൈനുകൾ മക്കയും മദീനയും അത് ജീവിതത്തിൽ എത്ര തവണ കാണാൻ സാധിക്കുമോ അത്രയും തവണ എത്തണമെന്നാണ്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കണം. അതും ഹദീഥാണ്.
സൗകര്യം ഉണ്ടെങ്കിൽ. നാട്ടിൽ ആളുകൾ പട്ടിണിക്കിട്ടിട്ട് പോകണമെന്നല്ല, നാട്ടിലൊക്കെ റാഹത്താണ്, അയൽപക്കങ്ങളിൽ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ഉംറയുടെ പൈസ കൊണ്ട് അയൽപക്കത്തൊരു ദാരിദ്ര്യം തീർക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സുന്നത്തായ ഉംറയെക്കാളും പുണ്യം ആ പാവപ്പെട്ടവർക്ക് നമ്മുടെ പൈസ കൊടുത്ത് ദാരിദ്ര്യം തീർക്കലാണ്. അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ വലിയൊരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ആവർത്തിക്കല്ല. പക്ഷേ താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടരെ ചെയ്യുന്നതും ഒരു പുണ്യമാണ്. അപ്പോൾ ഒരു പുണ്യസ്ഥലത്തേക്ക് പോവാൻ ഞാനും കൂടെ വരുന്നു. ഒരു സിയാറത്തിന് പോവുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ അബ്ദുകൾ, ശുഹദാകൾ, മഹാന്മാർ, മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാൻ. നമ്മൾ കാക്കോട് കാക്ക ഞാനും പോരട്ടെ, അനുജന് ചോദിക്കാം അല്ലേ, മക്കൾക്ക് ചോദിക്കാം, വാപ്പയോട് വാപ്പ ഞാനും പോരട്ടെ. അതൊരു നന്മയാണ്. ഒരു നന്മയുടെ അവസരം വന്നാൽ ഞാനും അത് ചെയ്യട്ടെ, എനിക്കും അത് വേണം എന്നൊരാഗ്രഹം മനസ്സിൽ വരണം. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ ബീവി ഒരു പെണ്ണാണ്. കപ്പലിൽ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കും. കടലിലൊക്കെ യാത്ര ചെയ്യാൻ വലിയ പൂതിയായിരിക്കും. അതൊരു 1 മണിക്കൂർ കഴിഞ്ഞാൽ തീരുവാ പൂതി. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ തിരമാലകൾ ഇട്ടടിക്കലായിരിക്കും. പിന്നെ വലിയ ഷിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പോലും റൈറ്റും ലെഫ്റ്റും എവിടെയാ കിഴക്ക് പടിഞ്ഞാറെന്ന് തിരിയാത്ത വിധം വെള്ളത്തിൻ്റെ നടുവിലെത്തിയിട്ട് എന്ത് കാണാനാണ്. അതുകൊണ്ട് കടലിലെ യാത്ര എന്ന് പറയുന്നൊരു വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. സ്വഹാബിമാർ ആദ്യത്തെ ഹിജ്റ ചെയ്തത് എത്യോപ്യയിലേക്കാണ്. 2 ഹിജ്റ ഉണ്ടായിട്ടുണ്ട്. എത്യോപ്യയിലേക്ക് 2 തവണ പോയിട്ടുണ്ട്. ആദ്യത്തെ ഹിജ്റ പോയി 3 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് വീണ്ടും തിരിച്ചുപോയി. അങ്ങനെ പിന്നെ അവർ മദീനത്തേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അവർ എത്യോപ്യയിലേക്ക് പോയ ആ ഒരു യാത്രയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വഹാബികൾക്ക് അന്ന് കടൽ കടന്ന് പരിചയമില്ല. കടൽ യാത്ര ദുസ്സഹമാണ്, പ്രയാസമാണ്. ബീവി ചോദിച്ചു, നബിയെ അവരുടെ കൂടെ എനിക്ക് പോവണം. വീണ്ടും നബിതങ്ങൾ വേറൊരു ദിവസം നബിതങ്ങൾ വീണ്ടും കടന്നു, അന്നത്തെ ദിവസം തന്നെ. എന്നിട്ട് നബിതങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു. അവിടുന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോൾ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ് എഴുന്നേൽക്കുന്നതും കാത്തു കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ടു. തങ്ങളെ നോക്കിക്കിടന്നിരിക്കുക, അതായതിൻ്റെ അർത്ഥം. തങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആ ചിരി കാണണമെങ്കിൽ തങ്ങളുടെ അടുത്ത് വേണ്ടേ. ഹബീബായ നബി തങ്ങൾ പകലിലാണ് കടന്നത്. ഉച്ചയ്ക്ക് ഒരു വിശ്രമ ഉറക്കത്തിന് വന്നതാണ്. ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങെന്താണ് ചിരിക്കാൻ കാരണം? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ വേറെ ഒരു വിഭാഗം കപ്പലിൽ യാത്ര ചെയ്ത് രാജാക്കന്മാരെ പോലെ ദീനിന്റെ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി പോകുന്നത് ഞാൻ കണ്ടു ഉമ്മു ഹറാം. അപ്പോൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അതിലും ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ബീവി നിങ്ങൾ 1-ാമത്തെ സംഘത്തിലാണ്, 2-ാമത്തതിൽ നിങ്ങൾ ഉണ്ടാവൂല. അതൊരു പ്രവചനമായിരുന്നു. ഈ യുദ്ധം നടക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അബൂ സുഫിയാൻ എന്നവരുടെ മകൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണം, ഖുലാഫത്തുർ റാഷിദ, തങ്ങൾ വഫാത്തായി 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കപ്പൽ കയറി യാത്ര പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഖുബ്റുസിലേക്ക്, സൈപ്രസിലേക്ക്. ആ യാത്രയിൽ ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ, കപ്പലിറങ്ങി തിരിച്ചു വരുമ്പോൾ ഒട്ടകപ്പുറത്ത് മഹദി റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഒട്ടകപ്പുറത്ത് വീണിട്ട് മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 2-ാമത്തെ സംഘത്തിൽ പോകുമ്പോൾ ബീവി ജീവിച്ചിരിപ്പില്ല. തങ്ങൾ അന്ന് പറഞ്ഞു, ഉമ്മു ഹറാമേ നിങ്ങൾ 1-ാമത്തെ സംഘത്തിലാണ് ഉണ്ടാവുക, 2-ാമത്തതിൽ ബീവി ഉണ്ടായിട്ടില്ല റളിയല്ലാഹു അൻഹ. പക്ഷെ നമ്മൾ പറയുന്നത് അന്നത്തെ സഹോദരിമാർ, അന്നത്തെ പെണ്ണുങ്ങൾ, അന്നത്തെ ഉമ്മമാർ, അവരുടെയൊക്കെ ത്യാഗ മനസ്ഥിതിയും സന്നദ്ധതയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ വലിയ ത്യാഗങ്ങൾ ദീനിന് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇതാണ് അത്ഭുതം, ഇതാണ് ജീവിതത്തിൻ്റെ വിജയം. നന്മകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരിമാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്നത് വളരെ ആശ്വാസകരമാണ്, അത്ഭുതകരമാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷദായകമാണ്. ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ സംവിധാനങ്ങളും ഖുർആൻ പഠനങ്ങളും സ്വലാത്ത് ഗ്രൂപ്പുകളും ഖുർആൻ ഓതുന്ന ഖതമുൽ ഖുർആൻ തീർക്കുന്ന ഗ്രൂപ്പുകളും വഅദ് കേൾക്കുന്ന ഗ്രൂപ്പുകളും ഒക്കെയായി സഹോദരിമാർ ദീനിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂടെയുള്ള ആളുകളെ ആ ഒരു നന്മയിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങൾ ഓരോരുത്തർക്കും അവരവരെ കൊണ്ട് കഴിയുന്ന വിധം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹുവേ നീ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. പൂർണ്ണ ഗർഭിണിയായിരുന്നു ഹിജ്റ നടക്കുന്ന സമയം. തങ്ങൾ ഹിജ്റ പോകുന്നത് സ്വഹാബിമാർ മുഴുവനും മദീനയിലെത്തിയതിന് ശേഷമാണ്. പുണ്യനബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് മദീന നോർത്തിലേക്കാണ്, വടക്കിലേക്കാണ്, അങ്ങോട്ട് പോകാതെ നേരെ തെക്കിലേക്ക് യാത്ര പോയിട്ടാണ് സൗർ ഗുഹയിൽ അവർ താമസിക്കുന്നത് 3 ദിവസം. നോക്കണേ, പൂർണ്ണ ഗർഭിണിയായ അസ്മാ ബീവിയാണ് ഹബീബായ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. അസ്മാ ബീവി ഒരു ദിവസം ഈ സൗർ ഗുഹ, ആ മല കയറിയ ആളുകൾക്കറിയാം എത്ര പ്രയാസമാണ് ആ മല കയറാനെന്ന്. ഇന്ന് അവിടെ കുറേ പാകിസ്ഥാനികളൊക്കെ കൂടിയിട്ട് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വളരെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഹിറാ ഗുഹ എന്ന ബുദ്ധിമുട്ടാണ്, അതിലേറെ പ്രയാസമാണ് സൗർ. ആ സൗർ ഗുഹയിലേക്ക് ആരുമറിയാതെ മഹദി റളിയല്ലാഹു അൻഹ രാത്രിയിൽ പാറയും പൊത്തിപ്പിടിച്ച് അന്ന് 7 മാസമോ 8 മാസമോ ഗർഭിണിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. പൂർണ്ണ ഗർഭിണിയായ മഹദി 3 ദിവസം ആ മലയിൽ ഉപ്പാക്കും റസൂലുള്ളാഹി തങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കയറിപ്പോയിട്ടുണ്ട്. ബീവിക്കൊരു സ്ഥാനപ്പേരുണ്ട്, ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമയായ മഹദി എന്നാണ് ഇതിനർത്ഥം. ഭക്ഷണം കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സ് ഒന്നും ഇല്ല, കാരിയർ ഇല്ല. മഹദി റളിയല്ലാഹുവിന് കയറും കിട്ടിയില്ല ഈ ഭക്ഷണം ഒന്ന് കെട്ടിവെക്കാൻ. അങ്ങനെ അര വസ്ത്രം ധരിക്കുന്ന മഹദിയുടെ ഒരു തോലിന്റെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റ് 2 പാതിയായി മഹദി ചീന്തിയെടുത്തു. എന്നിട്ട് ഒരു കയറുകൊണ്ട് വസ്ത്രം കെട്ടി, മറ്റേ കയറുകൊണ്ട് ഭക്ഷണവും കെട്ടി. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നബിതങ്ങൾ കാണുന്നത് അരമുണ്ടെടുത്ത ആ ബെൽറ്റിന്റെ ഒരു കഷ്ണം പാത്രം കെട്ടിയതാണ്. തങ്ങൾ പറഞ്ഞു, അസ്മാ അൻതി ദാത്തുൻ നിതാഖൈൻ, നിങ്ങളുടെ പേരിന് 2 ബെൽറ്റിന്റെ ഉടമയെന്നാണ് എന്ന് മഹദി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ പേര് വെച്ചു കൊടുത്തു. ദാത്തുൻ നിതാഖൈൻ അസ്മാ റളിയല്ലാഹു അൻഹ. 100 വയസ്സ്